ഞങ്ങളിത് ഇപ്പോൾ പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പോവുകയാണ്. സബ്ജിയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതേ സമയം രാത്രി 9 മണി വന്നല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത് കേട്ടോ. സോ വി ആർ ഗോയിങ് ടു ഓഖ്ല സബ്ജി മണ്ടി. ഈ ഡൽഹിയിൽ ഏർബൻ പീപ്പിളിന് ഏറ്റവും വലിയ മണ്ടി എന്ന് പറയാം. ഞങ്ങൾ ബസ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. എത്ര കിലോമീറ്റർ? ഒരു 1.5 കിലോമീറ്റർ കാണും ഇവിടുന്ന്. അപ്പോൾ ഒത്തിരി ദൂരമില്ല. ആൻഡ് ബസ് ഇവിടെ ഫ്രീ ആയത് കാരണം പിന്നെ എളുപ്പമാണ്. എവിടെ വേണേലും എങ്ങനെ വേണേലും കയറി പോവാം. ഞങ്ങളിപ്പം വീടിൻ്റെ താഴെയാണ്. ഇത് കണ്ടോ, ഇവിടെ ഫുൾ കടകളാണ്. അപ്പോൾ കടയൊക്കെ ഒരു 9 o'clock 10 o'clock ആകുമ്പോൾ അടയ്ക്കും. പിന്നെ ഇനി ഞങ്ങൾ മെയിൻ റോഡിലോട്ട് ചാടാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. വീൽ ഗോ ദേ. ഞങ്ങളിവിടെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുവാണ്. ഒരു ഓപ്പണിംഗ് കിട്ടാൻ ഒത്തിരി പാടാണ്. അതെ ഇപ്പോൾ കിട്ടി. ഇവിടെ ഡൽഹി ട്രാഫിക് ജാംസ് അറിയാലോ. ഡൽഹി ഈസ് ലൈക്ക് ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് ഏറ്റവും ബിസിയസ്റ്റ് പ്ലേസ് എന്ന് നമുക്ക് പറയാം. ഇവിടെയാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വരുവാണെങ്കിൽ കാർസ് ഇങ്ങനെ നിരക്കി ലൈനിൽ ഇരിക്കും. അപ്പോൾ പിന്നെ ക്രോസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഒന്നിനും അനങ്ങാൻ പറ്റത്തില്ലല്ലോ. ബസ് സ്റ്റോപ്പ് ഇതേ ഇവിടെയുണ്ട്. ബസ്സസ് എപ്പോഴും ഇങ്ങനെ ഓരോരോ മിനിറ്റ് ഓരോരോ സെക്കൻഡ് ആക്ച്വലി ഇടവിട്ട് പോയിക്കൊണ്ടിരിക്കും. ബസ് കിട്ടാനും നല്ല എളുപ്പമാണ്. ബസ് വന്ന് അത് നിർത്തിയില്ല. ഇഷ്ടംപോലെ ബസ് ഇങ്ങനെ വന്നും പോയി ഇരിക്കുക. ഏതെങ്കിലും കയറിയാൽ മതി. ഏതേ കയറിയാലും അവിടെ ഇറങ്ങാൻ പറ്റും. അടുത്ത ബസ്സും വന്ന് അത് നിർത്തിയില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റിന് വെയിറ്റ് ചെയ്യണം. അതെ ഇലക്ട്രിക് വണ്ടി വന്ന് ഞങ്ങൾ ഇന്ന് ഇതേലാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നല്ല വണ്ടിയായിരുന്നു. ഒരു ടിക്കറ്റ് മേടിക്കും. ടിക്കറ്റ് എടുക്കാൻ ഇതാണ് വിമൻസ് ടിക്കറ്റ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എവിടെ വേണേലും ഇത് വെച്ച് പോവാം. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ ചുമ്മാ രസം തോന്നുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ AC ലാഭിക്കാൻ വേണ്ടിയിട്ട് AC ബസ്സിൽ കയറും. ഒരു സ്ഥലത്ത് നിന്ന് കയറി വേറൊരു സ്ഥലത്ത് ഇറങ്ങും. ആ സ്ഥലത്ത് നിന്ന് വീണ്ടും തിരിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്കും. കാരണം ഡൽഹി സർക്കാരിൻ്റെ പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത്. പക്ഷേ ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷം അത്രയും സുഖമാണ് വിമൻ. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി മാർക്കറ്റിലെത്തി. ഇവിടെ കണ്ടാൽ ഇത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലാണ് എത്തിയിരിക്കുന്നത്. എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും കിട്ടും, അല്ലാതെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഇത് ഫ്രൂട്ട്സ് മാത്രമല്ല വെജിറ്റബിൾസിൻ്റെയും കൂടെ മാർക്കറ്റാണ്. അപ്പോൾ ജസ്റ്റ് ആദ്യമേ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. പക്ഷേ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ നല്ല വില കുറച്ചിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും അങ്ങനെയുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഈ സബ്ജി മണ്ടി വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലം ഇത്രയും വലിയ മീഡിയ ഹൗസിൻ്റെ സൈഡിലാണ്. സോ ദർ ആർ ചാനൽസ് ലൈക്ക് CNBC ആൻഡ് TV18. ഇവിടെ അവരുടെ ഓഫീസസ് ആണ്. പക്ഷെ താഴെ മാർക്കറ്റ്. അങ്ങനെ ഫസ്റ്റ് പർച്ചേസ് ഓഫ് ദി ഡേ ഡൺ. പഴമാണ് മേടിച്ചത്. അവിടെ വീട്ടിൻ്റെ താഴേന്ന് 80 rupeesന് കിട്ടുന്ന സാധനം ഇവിടെ 60 rupeesന് കിട്ടി. അപ്പോൾ 20 rupeesൻ്റെ പ്രോഫിറ്റ്. പക്ഷേ ഇത്രയൊന്നും അല്ല, ഇതിലും കൂടുതൽ പ്രോഫിറ്റൊക്കെ കിട്ടും. ഇതൊക്കെ പുറകെ കാണുന്ന ഇവിടെ വെയർ ഹൗസസ് ആണ്. ഇവിടെ ഇവർ എല്ലാം സ്റ്റോർ ചെയ്യും. പിന്നെ അകത്തോട്ടും മാർക്കറ്റുണ്ട്. भिंडी 20 रुपए किलो, भिंडी 20 रुपए किलो, भिंडी 20 रुपए की 1 किलो भिंडी, भिंडी 30 रुपए किलो, बढ़िया भिंडी 30 रुपए किलो आया, भिंडी 20 रुपए किलो 20, भरो भिंडी 20 आया, भिंडी 20 रुपए की 1 किलो. വെണ്ടയ്ക്ക 20 രൂപയേ ഉള്ളൂ കിലോയ്ക്ക്. അവിടെ ആണെങ്കിൽ നമുക്കൊരു 120 രൂപയ്ക്കൊക്കെ കിട്ടുന്നത് നമ്മുടെ വീടിൻ്റെ താഴെയാണെങ്കിൽ. ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. മാങ്ങ അമ്മയുടെ ഒരു വീക്ക്നെസ് ആണ്. എവിടെ മാങ്ങ കണ്ടാലും അവിടെ നിർത്തി വില ചോദിക്കുക. വില ചോദിക്കുക മാത്രമല്ല മേടിക്കുകയും ചെയ്യും.
ഇപ്പം ചോസ എന്ന് പറയുന്ന വെറൈറ്റി ഇത് 60 റുപ്പീസേ ഉള്ളൂ. അപ്പം മേടിച്ചേക്കാം. ഡിവൈഡഡ് ബൈ 5 എത്രയടി? 140/5. 5 2s are 4 28. അപ്പം മേടിക്കാം അല്ലേ? ഒരു 5 കിലോയ്ക്ക് 140 എന്നാണ് പറയുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് 28. പൊട്ടക്കയാണ്. എന്നാൽ മേടിക്കാം അല്ലേ? ഭയ്യ 2.5 കിലോ ദേ देना. ഇത് 2.5 കിലോ മേടിക്കണം. അതിൽ കുറച്ചിവിടെ കിട്ടത്തില്ല. അതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റാണ്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തായത് കാരണം നമ്മൾ വന്ന് ഇത് മേടിക്കുന്നതേ ഉള്ളൂ ഇവിടെ. ഇവിടെ പടവലങ്ങ ഉണ്ട്. പടവലങ്ങ ഇവിടെ കിട്ടിയല്ലാത്ത സാധനം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലത്തെ ഇവിടെ അങ്ങനെ വല്ലപ്പോഴേ കാണാറുള്ളൂ. അപ്പോൾ വില എന്നാന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ട് കുറവാണെങ്കിൽ മേടിക്കാം. 30 रुपया किलो. 30 रुपये किलो. 1 किलो 30 രൂപയുള്ളൂ കേട്ടോ. ഇത്രയും രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വില കുറച്ച് തരുന്നത്. അങ്ങനെ ബാഗിൻ്റെ വെയിറ്റ് കൂടി വരുന്നുണ്ട്. അവിടെ കുന്തിരു വെണ്ടയ്ക്ക കൊണ്ടയ്ക്കലല്ലോ കോവയ്ക്ക 40 രൂപയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 കിലോ എന്തായാലും മേടിക്കാം. ഒരു ഇച്ചിരി ഇതിൻ്റെ പെരനടി ലെമണും കൂടെ മേടിച്ചിട്ട് എഗ് പാവ്. എഗ് പാവിന് എത്രയാണ്? 30 രൂപയേ ഉള്ളൂ. ഒരുത്തൻ അവിടെ നിന്നിട്ട് എന്നെ ആൻറ്റി ധനിയ 20 രൂപയ്ക്ക് തരാമെന്ന്. അവനെന്നെ ദീദി എന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ 20 രൂപയ്ക്ക് മേടിച്ചേനെ. ആൻറ്റീന്ന് വിളിച്ചിട്ട് ഏജ് കോംപ്ലക്സിക്കുന്നോ? അയ്യോ. അങ്ങനെ ഇന്നത്തെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവാം കേട്ടോ. ഒരുപാടൊന്നും മേടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ച് വീട്ടിൽ താഴെ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരെന്നാടി സബോളയും തക്കാളിക്കായും ഒന്നും മേടിച്ചില്ല. അല്ല സാധാരണ ഇവിടെ വന്നിട്ട് കുറേ വാരി കെട്ടി പൊതിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. വളരെ കുറച്ച് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞിട്ടോ ഇനി ഞങ്ങൾ പോവുകയാണേ. ടാറ്റാ ബൈ ബൈ.